ഇംഗ്ലണ്ടിലെ ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫോർഡ്. ഏറ്റവും പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ്, ഇന്നും നിലനിൽക്കുന്നതാണ്. 11ാം നൂറ്റാണ്ടിലാണ് അത് ഉദയം ചെയ്തത്. എത്രയോ ഗവേഷകരെയും ബുദ്ധിജീവികളെയുമാണ് അത് ലോകത്തിന് മുന്നിൽ സമ്മാനിച്ചത്. ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്താണ്. ഈ ഓക്സ്ഫോർഡ് എന്ന പേരിൻ്റെ പിന്നിൽ വലിയൊരു കൗതുകമുണ്ട്. കന്നുകാലികളുടെ കടത്തു ഭാഗമാണ് ഈ ഓക്സ്ഫോർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ നദിയായ തെംസിൽ ആ നദി കടക്കുന്ന വെള്ളം കുറഞ്ഞൊരു ഭാഗമുണ്ട്. അതുവഴി കന്നുകാലികൾ കടന്നു പോകും. അവരുടെ ഒരു കടവ് കൂടിയായിരുന്നു അത്. വെള്ളം കുടിക്കുകയും ഈ നദി കടന്നു പോവുകയും ചെയ്യുന്ന സ്ഥലം. അങ്ങനെയാണ് ഈ പേര് വന്നത്. ഇതിൽ ഇവിടെ ഒരു സംശയം ഉണ്ടാവാം. ഓക്സ് എന്ന് പറഞ്ഞാൽ നാം കാള എന്നാണ് പറഞ്ഞത്. പക്ഷേ പഴയ ഓൾഡ് ഇംഗ്ലീഷിൽ, ആംഗ്ലോ സാക്സൺ ഭാഷയിൽ ഓക്സ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ കന്നുകാലികൾ എന്ന് പറയുന്നത് പോലുള്ളൊരു വാക്കാണ്. എല്ലാവരെയും ചേർത്ത് പറയും. ഈ പശുവിനെയും ഓക്സിനെയും, അതായത് കാളയും ചേർത്ത് പറയും. അങ്ങനെ ആയിരുന്നു ഈ ഓക്സസ്. ആ ഓക്സസ് പോകുന്ന വഴി, ഫോർഡ്, ആ കടവ്, ആ നടപ്പാത എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു. വളരെ ഒരു കാർഷിക പ്രദേശമായിരുന്നു ഈ ഓക്സ്ഫോർഡ്. അവിടെയാണ് ഈ യൂണിവേഴ്സിറ്റി വരികയും പിന്നെ അതൊരു വലിയ വിജ്ഞാന കേന്ദ്രമായി മാറുകയും ചെയ്തു. അവിടെയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, ഓക്സ്ഫോർഡ് ഡിക്ഷണറി, പിന്നെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന വലിയൊരു വിജ്ഞാന കേന്ദ്രം കൂടിയാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഇതെല്ലാം.